ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തുന്നത്. വൈറ്റ് ഹൌസിലാണ് നിർണായകമായി കൂടിക്കാഴ്ച നടക്കുന്നത്. ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ യുഎന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച. മധ്യേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ നിർണായക ചുവടുവെപ്പ് ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ വെടിനിർത്തൽ സാധ്യതകൾ തള്ളിക്കളഞ്ഞിട്ടുമില്ല. I want to start by asking you if you've seen this 21-point peace plan and if you plan to declare support for it at the White House tomorrow. Well, we're working on it, Jackie. It's not been finalized yet, but we're working with President Trump's team, actually as we speak, and I hope we can make it a go because we want to free our hostages. We want to get rid of Hamas rule and have them disarmed, Gaza demilitarized, and a new future set up for Gazans and Israelis alike and for the whole region. മനു ഭരത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനു, 2 പോയിന്റുകൾ. ഒന്ന്, ഈ വെടിനിർത്തൽ സാധ്യത തള്ളിയിട്ടില്ല ബെഞ്ചമിൻ നെതന്യാഹു. 2, നിർണായകമായി തീരുമാനമുണ്ടാകുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അഭിലാഷ്, നമ്മുടെ ഇന്ത്യൻ സമയം 8:30 ഈ കൂടിക്കാഴ്ച തുടങ്ങും എന്നായിരുന്നു ആദ്യം പറഞ്ഞെങ്കിലും ഒരു 25 മിനിറ്റ് വൈകി നെതന്യാഹുവും ട്രംപും കണ്ടുമുട്ടിയിരിക്കുന്നു. അപ്പോൾ ട്രംപ് നെതന്യാഹുവിനെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ചില മാധ്യമപ്രവർത്തകർ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു സമാധാനം ഗാസയിൽ കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു വിശ്വാസം ട്രംപിനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ഉറക്കെ ചോദിക്കുന്നത്. അപ്പോൾ ട്രംപ് അതിന് മറുപടി പറഞ്ഞത് ഐ ആം കോൺഫിഡൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നടപ്പിലാകും എന്ന വലിയ ഒരു പ്രതീക്ഷയാണ് ട്രംപ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും 21 പദ്ധതികളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം 48 മണിക്കൂറിനകം ഈ ഇസ്രായേലിൻ്റെ ബന്ദികളായി പിടിച്ചിട്ടുള്ള ഇസ്രായേലികളെ മുഴുവൻ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണം. അത്തരം ഈ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് 48 മണിക്കൂർ സമയമായിരിക്കും മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാനുള്ള ഒരു സമയപരിധി. അതോടൊപ്പം തന്നെ ഇസ്രായേലും അവരുടെ കയ്യിലുള്ള പാലസ്തീൻ ബന്ദികളായിട്ടോ അല്ലെങ്കിൽ തടവുകാരൊക്കെ ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും വിട്ടു നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ വെസ്റ്റ് ബാങ്കിലുള്ള അധിനിവേശം പൂർണ്ണമായി ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്നതിൻ്റെ ഭാഗമായി പറയുന്നു. ഒരു സ്വതന്ത്ര സർക്കാർ അവിടെ വരും. അതിൽ ഹമാസിന് പങ്കുണ്ടാകരുതെന്ന് ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതും ഈ നടപടിയുടെ ഭാഗമായി വരും. അപ്പോൾ അധിനിവേശം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക, ഒപ്പം അവിടെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരിക എന്നായിരുന്നു. അപ്പോൾ അതിനിടയിൽ ചില ഊഹാപോഹങ്ങളൊക്കെ പരന്നു. ഒരു ട്രാൻസിഷണൽ ഗവൺമെൻറ്, ഒരു ഇടക്കാല സർക്കാരിൻ്റെ ഒരു ആവശ്യം വരും. അതിന് നമ്മുടെ ടോണി ബ്ലെയറിനെ ഇതിന് ചുമതലപ്പെടുത്തുമെന്നൊക്കെ തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. അപ്പോൾ മുൻ UK പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അത് ഏറ്റെടുക്കില്ല, അത്തരം ഇത് ഒരു നരകതുല്യമായ ഒരു പണിയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ് പിന്മാറുകയും ചെയ്തു. പക്ഷേ ഏതായാലും ഒരു ഇടക്കാല സർക്കാർ അവിടെ വരികയും ജനാധിപത്യ സംവിധാനത്തിലേക്ക് പലസ്തീന് നീങ്ങാൻ കഴിയുകയും ചെയ്യും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ വരികയാണ്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച നടക്കുന്നു. അതിൽ ഈ 21 പോയിന്റുകളിൽ എന്തൊക്കെ മാറ്റം വരും, എങ്ങനെയൊക്കെ അത് ഫലപ്രാപ്തിയിൽ എത്തിക്കും, അതിലെന്തൊക്കെ കാര്യങ്ങൾക്ക് നെതന്യാഹു അംഗീകാരം നൽകും തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഹമാസ് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന ചോദ്യം അടുത്ത ഘട്ടത്തിൽ ആണ് ഉയരുന്നത്. പൂർണ്ണമായി അത്തരം ഒരു സംഘടനയുടെ ആവശ്യം അവിടെയില്ല. ജനകീയമായ ഒരു സർക്കാരിൻ്റെ സാഹചര്യമാണ് അവിടെ ഒരുങ്ങേണ്ടത് എന്നാണ് ഈ സമാധാന കരാറിൻ്റെ ഭാഗമായി ട്രംപ് പറയുന്നത്. ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലൊരു സ്പെഷ്യൽ നേട്ടം ഇതിൽ ഉണ്ടാകും, ഈ അടുത്ത കാലത്ത് ഉണ്ടാകുമെന്ന് ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയുന്നുണ്ട്. അപ്പോൾ മധ്യേഷ്യയിൽ സമാധാനം തനിക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നോബൽ സമ്മാനത്തിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ ട്രംപ് തുടരുമ്പോൾ ഇവിടെ ഒരു ഇസ്രായേൽ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അതിനൊരു അവസാനം കുറിക്കാൻ കഴിഞ്ഞാൽ അത് ട്രംപിനൊരു ആഗോളതലത്തിൽ അദ്ദേഹത്തിൻ്റെ നയതന്ത്രത്തിന് ഒരു വിജയമാകാം, അതൊരു നേട്ടമായി ഉയർത്തി കാണിക്കാനും കഴിയും.